35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ 5 ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം, പഴയന്നൂർ. കേരള പ്രവാസി സംഘം വെള്ളത്തോൾ നഗർ പഞ്ചായത്ത് സമ്മേളനം വെട്ടിക്കാട്ടിരി സുരാന ഹാളിൽ വെച്ച് നടന്നു. നിരവധി പ്രവാസികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള പ്രവാസി സംഘം വെള്ളത്തോൾ നഗർ പഞ്ചായത്ത് സമ്മേളനം വെട്ടിക്കാട്ടിരി സുരാന ഹാളിൽ വെച്ച് നടന്നു. പതാക ഉയർത്തൽ ചടങ്ങ് PI കരീം നിർവഹിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം പ്രവാസി സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VR സുരേഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളൊക്കെ തന്നെ അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിനെയൊക്കെ തന്നെ എന്നാൽ മറ്റു രാജ്യങ്ങൾ, കൊളംബിയ, മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളും പോലും അതിനെ നിശിതമായി വിമർശിക്കുകയും അവരെ പൗരന്മാരെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ആ രാജ്യങ്ങൾ തന്നെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യം, ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണാധികാരികളൊക്കെ തന്നെ അതിനെ കൃത്യമായി പറഞ്ഞാൽ അതിനെ മുഖവിലേക്ക് എടുത്തില്ല എന്ന് മനസ്സിലാക്കാം. പ്രവാസികളുടെ ആത്മാഭിമാനത്തിൽ ചോദ്യം ചെയ്യുന്ന ആ വിഷയത്തെ ഏറ്റെടുക്കാൻ ഈ സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന BJP ഗവൺമെന്റോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ തയ്യാറായില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഈ രീതിയിലുള്ള ഒട്ടനവധി വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കൃത്യമായി നമുക്ക് ഇതിനെയൊക്കെ പ്രതികരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവാസി വിരുദ്ധ ഗവൺമെന്റാണ്. ഇപ്പൊ 2014 ശേഷം വന്ന ഏതൊരു ബഡ്ജറ്റ് എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും, പ്രവാസികൾക്ക് വേണ്ടി ഒരു ഫണ്ടും അല്ലെങ്കിൽ ഒരു തുകയും വകയിരുത്താത്ത ഒരു ഗവൺമെന്റാണ്, കേന്ദ്ര ഗവൺമെന്റാണ് ഇന്ത്യ രാജ്യം കഴിഞ്ഞ ഒരു 10 വർഷത്തിലേറെ കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, എല്ലാ ഭാരതീയ പ്രവാസി എന്ന് പറഞ്ഞ എല്ലാ വർഷവും ജനുവരി 9 വലിയ കൊട്ടിഘോഷിച്ചിട്ടുള്ള ആഘോഷങ്ങളൊക്കെ നടത്തും. പ്രവാസി സംഘം വെള്ളത്തോൾ നഗർ പ്രസിഡന്റ് KP നിഷാദ് അധ്യക്ഷത വഹിച്ചു. വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI യൂസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ മുതിർന്ന പ്രവാസി അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങ് നടത്തി. സെക്രട്ടറി KK ഇബ്രാഹിം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ റിപ്പോർട്ട് ചേലക്കര ഏരിയ സെക്രട്ടറി MM ഹനീഫ അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KM അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. KM യൂസഫ് സ്വാഗതവും ട്രഷറർ അബ്ദുറഹിമാൻ നന്ദിയും പറഞ്ഞു. പുതിയ 13ാം അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് KP നിഷാദ്, സെക്രട്ടറി KK ഇബ്രാഹിം, ട്രഷറർ അബ്ദുറഹിമാൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ഭൂപരിഷ്കരണം നടപ്പിലാക്കിക്കൊണ്ട് ഭൂമി അവന്റെ സ്വന്തമാവാനെയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം അതാത് ആളുകൾക്ക് ലഭിക്കുന്നു. ആ ഉടമസ്ഥാവകാശം കിട്ടിയതിന് ഭാഗമായിട്ടാണ് അവർക്ക് ആ ഭൂമി പണയപ്പെടുത്താനും ആ പണയപ്പെടുത്തിയ പൈസ കൊണ്ട് പ്രവാസ ലോകത്തേക്ക് പോകാനും കഴിഞ്ഞു. ഇതാണ് ഭൂപരിഷ്കരണവും പ്രവാസ ലോകവും തമ്മിലുള്ള ബന്ധം. എന്താണ് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതിനെ കുറിച്ച് എന്താണ് ഇപ്പോൾ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായത്, അത് പണയപ്പെടുത്താൻ കഴിഞ്ഞത്. ആ പണയപ്പെട്ട പൈസ കൊണ്ടാണ് നമുക്ക് പ്രവാസത്തേക്ക് പോകാൻ കഴിഞ്ഞത്. അങ്ങനെ വന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആ നയത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പ്രവാസികൾക്ക് നാട് വിട്ട് ഉപജീവന മാർഗത്തിന് വേണ്ടി പോകാൻ കഴിഞ്ഞെന്നാണ് വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് CCV.